പുരാതന കാലത്ത് ഉഗ്രതപസ് എന്ന് പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു നാരായണി, ഒരു ഉത്തമ പതിവ്രത. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉഗ്രതപസ് മഹർഷി വർഷങ്ങളോളം കഠിന തപസ് ചെയ്ത് വളരെ ക്ഷീണിതനായിരുന്നു. അതിനാൽ യാത്ര ചെയ്യുമ്പോൾ ഭാര്യയായ നാരായണി അദ്ദേഹത്തെ ഒരു മുളക്കൊട്ടയിലാക്കി ചുമന്നുകൊണ്ടു പോകുമായിരുന്നു. ഒരു ദിവസം നാരായണി ഭർത്താവിനെ ചുമന്നുകൊണ്ടു പോകുമ്പോൾ ക്ഷീണിതനായ മഹർഷിയുടെ കാൽ അടുത്തായി ധ്യാനത്തിലിരുന്ന കുഷ്മാണ്ഡൻ എന്ന മഹർഷിയുടെ ദേഹത്ത് അബദ്ധത്തിൽ തട്ടി. അപമാനിക്കപ്പെട്ടതായി തോന്നിയ കുഷ്മാണ്ഡ മഹർഷി കോപത്തോടെ ഉഗ്രതപസിനെ ശപിച്ചു. ഈ തെറ്റിന് നീ നാളെ സൂര്യോദയത്തിന് മരിക്കും. ഇത് കേട്ട് നാരായണി ദുഃഖിതയായി. തന്റെ പതിവ്രത ധർമ്മത്തിലുള്ള വിശ്വാസം കൊണ്ട് അവർ പ്രതിജ്ഞയെടുത്തു. ഞാൻ എന്റെ ജീവിതത്തിലുടനീളം സത്യസന്ധമായി പതിവ്രത ധർമ്മം പാലിച്ചിട്ടുണ്ടെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ. നാരായണിയുടെ ശബ്ദം കാരണം പ്രഭാതത്തിൽ സൂര്യദേവന്റെ തേര് നിശ്ചലമായി. തേരാളിയായ അരുണൻ അത്ഭുതപ്പെട്ടു. സൂര്യദേവൻ വിശദീകരിച്ചു, അരുണ, ഭൂമിയിൽ ഒരു പതിവ്രതയുടെ ശബ്ദം കൊണ്ട് സൂര്യോദയം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കിയ അരുണൻ സൂര്യദേവന്റെ അനുവാദത്തോടെ ഒരു ചെറിയ ഇടവേളയ്ക്കായി സ്വർഗലോകത്തിലേക്ക് പോയി. സ്വർഗത്തിൽ ആരും അറിയാതെ പ്രവേശിക്കാനായി അരുണൻ മനോഹരമായ ഒരു അപ്സരസിന്റെ രൂപം ധരിച്ചു. താമസിക്കാതെ ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രൻ ഈ അപ്സരസിനെ കാണുകയും അവളുടെ സൗന്ദര്യത്തിൽ ആകർഷ്ടനാവുകയും ചെയ്തു. താൻ ഉദ്ദേശിക്കുന്ന ആളല്ലെന്ന് സ്ത്രീ രൂപത്തിലുള്ള അരുണൻ പറഞ്ഞെങ്കിലും ഇന്ദ്രൻ കേട്ടില്ല. ഇതിന്റെ ഫലമായി സ്ത്രീ രൂപത്തിലായിരുന്ന അരുണൻ ഗർഭം ധരിക്കുകയും പിന്നീട് ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു. അഗാധമായ ലജ്ജയോടെ അരുണൻ സൂര്യദേവന്റെ അടുത്തേക്ക് മടങ്ങിയെത്തി. സൂര്യൻ യാത്രയുടെ വിവരങ്ങൾ ചോദിച്ചപ്പോൾ അരുണൻ തന്റെ ഗർഭധാരണത്തെക്കുറിച്ച് സത്യം മുഴുവൻ പറഞ്ഞു. ഇങ്ങനെ ഇന്ദ്രനെ ആകർഷിച്ച ആ മനോഹരമായ അപ്സരസ് രൂപം കാണാൻ സൂര്യദേവനും കൗതുകം ജനിച്ചു. അരുണൻ മടിച്ചുവെങ്കിലും സൂര്യൻ നിർബന്ധിച്ചപ്പോൾ അരുണൻ വീണ്ടും ആ മനോഹര രൂപം ധരിച്ചു. തുടർന്ന് സൂര്യദേവനും ആ ദിവ്യ രൂപത്തിൽ ആകൃഷ്ടനായി. അങ്ങനെ അരുണനായ ആ അപ്സരസ് വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഇന്ദ്രനിൽ നിന്ന് ജനിച്ച പുത്രൻ ബാലി അല്ലെങ്കിൽ വാലി എന്നറിയപ്പെട്ടു. സൂര്യനിൽ നിന്ന് ജനിച്ച പുത്രൻ സുഗ്രീവൻ എന്നറിയപ്പെട്ടു. ആ ദിവ്യമായ ജനനത്തിന് ശേഷം സൂര്യദേവനും ഇന്ദ്രദേവനും കുട്ടികളെ ഗൗതമ മഹർഷിയെയും ഭാര്യ അഹല്യയെയും ഏൽപ്പിച്ചു. ഒരു ശാപവുമായി ബന്ധപ്പെട്ട സംഭവത്തെ തുടർന്ന് ഗൗതമൻ ആ കുട്ടികളെ വാനരന്മാരാക്കി മാറ്റി. എന്നിട്ട് സന്താനങ്ങളില്ലാത്ത വാനര രാജാവായ ഋക്ഷരാജനെ ഏൽപ്പിക്കുകയും കിഷ്കിന്ധയിൽ വളർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വേറെ ചില കഥകൾ അനുസരിച്ച് ഋക്ഷരജസ് കിഷ്കിന്ധയിലെ രാജാവായിരുന്നുവെന്നും ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വാനര രൂപമുള്ള പുരുഷനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം മാന്ത്രിക ജലാശയത്തിൽ പ്രവേശിച്ചു. അതോടെ ഒരു സുന്ദരിയായ സ്ത്രീയായി രൂപാന്തരപ്പെട്ടു. ഈ സ്ത്രീ രൂപത്തിൽ ആകൃഷ്ടനായ സൂര്യനും ഇന്ദ്രനും അവളെ കാണുകയും തുടർന്ന് ഇരട്ട പുത്രന്മാർ ജനിക്കുകയും ചെയ്തു, ബാലിയും സുഗ്രീവനും. കുട്ടികൾ ജനിച്ച ശേഷം ഋക്ഷരജസിന് തന്റെ യഥാർത്ഥ പുരുഷ രൂപം തിരികെ ലഭിച്ചു. തുടർന്ന് അദ്ദേഹം ബാലിയെയും സുഗ്രീവനെയും അവരുടെ പിതാവായി വളർത്തി. ബാലിയുടെയും സുഗ്രീവന്റെയും ജനനത്തെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീറാം.